Good morning, ma'am. Good morning. Good morning, ma'am. Okay, start ചെയ്യാം. റെഡി ആയോ എല്ലാവരും? നോട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചാ? വായിച്ചൊക്കെ നോക്കിയായിരുന്നോ? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയത്. എല്ലാവരും അതൊക്കെ വായിച്ചു നോക്കിയോ? സിമ്പിൾ ആണോ? ഓക്കെ, സിമ്പിൾ ആണ്. യെസ്, അത് കേട്ടാ മതി. കാരണം കഴിഞ്ഞ ചാപ്റ്റർ തുടക്കമൊക്കെ പകുതി ഭാഗമൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പുതിയ ചാപ്റ്റർ നമുക്ക് എളുപ്പമുള്ളത് കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ വായിച്ചൊക്കെ നോക്കിയല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവുകയാണ്. അതിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ പഠിച്ചത്? എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പഠിച്ചു. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് വരുന്ന ഒരുപാട് കുറെ ടേമുകൾ, പുതിയ പുതിയ ടേമുകളൊക്കെ നമ്മൾ കണ്ടു അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? ഇൻഷുറൻസ് വിച്ച് മീറ്റ്സ് ദ മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ എനി ഇൽനസ് ഓർ ആക്സിഡന്റ് അല്ലെ? രോഗങ്ങളും അതുപോലെ ആക്സിഡന്റ് ഒക്കെ മുഖേന നമുക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസുകളാണ് ആരോഗ്യ ഇൻഷുറൻസുകൾ, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ കൂടാതെ കുറെ ടേമുകൾ കണ്ടു. ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്, പ്രീമിയം എന്താണ് അല്ലെ, ക്ലെയിം എന്താണ്, അത് തന്നെ ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി ക്ലെയിമുകൾ കണ്ടു, എക്സ്ക്ലൂഷൻ കണ്ടു, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താന്ന് പറഞ്ഞു, മെഡിക്ലെയിം ഇൻഷുറൻസ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പുതിയ ചാപ്റ്റർ ആയതുകൊണ്ടും നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സേവന മേഖല അല്ലെ, ഒരു സർവീസ് സെക്ടർ ആണത്. അപ്പൊ ആ ഒരു സേവന മേഖലയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട വേർഡുകളൊക്കെയാണ്, ടേമുകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ രീതിക്കാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടു. ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇൽനസ് അല്ലെ, പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക്, ഇൻ ദ ഇവന്റ് ഓഫ് ആക്സിഡന്റുകൾക്ക്, ഇൻ എനി ടൈപ്പ് ഓഫ് സർജറീസ് പല രീതിയിലുള്ള സർജറികൾക്ക്. പല രീതിയിൽ നമുക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള സർജറിയാണോ നമുക്ക് ആ ഒരു പോളിസി പീരീഡിൽ റൈസ് ചെയ്തിരിക്കുന്നത്, അതുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന കാര്യങ്ങളാണ് മെഡിക്ലെയിം ഇൻഷുറൻസിലുള്ളത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് കുറച്ച് ഇൻഷുറൻസ് ഫേമുകൾ, നമ്മുടെ ഇന്ത്യയിൽ മേജർ ആയിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് ഫേമുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. ദെൻ what are the advantages of having a health insurance? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാകുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് എടുക്കുന്നത് കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ കുറച്ച് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഇവിടെയാണ് എക്സ്പെൻസസ് ദാറ്റ് ആർ കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരുന്ന ചെലവുകൾ, ആരോഗ്യ ഇൻഷുറൻസുകൾ എടുത്താൽ അത് നമുക്ക് എന്തിനൊക്കെ കവറേജ് തരുന്നു. ഒന്നാമത്തേത് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ പേഷ്യന്റുകള് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ മരുന്നിനാകാം, സർജറിക്കാകാം, ICU ചാർജസ് ആകാം, അവരുടെ നഴ്സിംഗ് ചാർജസ് ആകാം, ഡോക്ടേഴ്സിന് കൊടുക്കേണ്ട കൺസൾട്ടേഷൻ ഫീസ് ആകാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസോ അല്ലെങ്കിൽ സർജിക്കൽ ടൂൾസോ ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം എക്സ്പെൻസുകൾ ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് തൊട്ട് മുന്നേ, എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിനെ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ എന്ന് വിളിക്കില്ല, അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ, ഇൻപേഷ്യന്റ് ആകുമ്പോഴാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് നമ്മൾ പറയുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്തു വിതിൻ 24 hours താഴേക്കുള്ള സമയം മാത്രമേ നമ്മൾ അവിടെ ചിലവാക്കിയുള്ളൂ പോരുകയാണെങ്കിൽ അവിടെ നമുക്ക് അത്തരം ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുന്നതിന് തൊട്ട് മുന്നേ തന്നെ
അതിനു മുമ്പ് കുറെ ചെലവുകൾ വരാറുണ്ടായിരുന്നു. വെച്ചാൽ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അതിനെയാണ് നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് വിളിക്കുക. ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ചിലപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചില ഇൽനെസ്സുകൾ, ആക്സിഡന്റുകളുമായിട്ടൊക്കെ കാഷ്വാലിറ്റിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ എമർജൻസി ട്രീറ്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അത്ര ദാറ്റാണ് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്തതിനു ശേഷമാണ് അവർക്ക് ഏത് രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് ഓർഗനുമായി റിലേറ്റഡ് ആയിട്ടുള്ള രോഗമാണോ അത്തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് അടുത്ത് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എവിടെയാണോ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അതുവരെ അല്ലെങ്കിൽ ആ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന പല ചെലവുകളുമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പല പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും തടയാൻ വേണ്ടിയിട്ട് പ്രിവെന്റീവ് സർജറീസ് എടുത്തിട്ടുണ്ടാകും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, മെഡിസിൻസ്, ഇതൊക്കെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി അതും കഴിഞ്ഞ് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ചെലവുകളൊക്കെ വരാറുണ്ട്. അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത വരുന്ന പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, മെഡിസിൻസ്, തെറാപ്പീസ്, ഡ്രഗ്സ് എന്തൊക്കെയാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പോകുന്ന സമയത്ത് നമുക്ക് തെറാപ്പീസ് ഒക്കെ തന്നിട്ടാണോ വിട്ടെ, അല്ലെങ്കിൽ തെറാപ്പി ട്രീറ്റ്മെന്റുകളൊക്കെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തെറാപ്പി ഒക്കെ ചെയ്യാൻ പറയും. തെറാപ്പീസിനൊക്കെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചിലപ്പോൾ അവർക്ക് ചിലവാകും. അപ്പൊ അതായത് തരും. അപ്പൊ അതും കൂടി കവർ ചെയ്യുന്ന പോളിസീസും ഹെൽത്ത് ഇൻഷുറൻസിനകത്തുണ്ട്. ദെൻ ആംബുലൻസ് ചാർജസും നമ്മൾ പറഞ്ഞതാണ്. ആംബുലൻസ് ചാർജസ് അത് ചിലപ്പോൾ നെസസറി ആയിരിക്കും ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. സോ അടുത്തേക്ക് പോകാം. ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വിച്ച് മീറ്റ്സ് ഓൾ ദ കോസ്റ്റ്സ്, procedures and treatment which is undertaken for an inpatient in a hospital or a daycare facility. അതായത് ഒരു 24 മണിക്കൂറിൽ കുറയാതെ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ദിവസത്തെ കെയറിങ് കൊടുത്തു. ഒരു 24 മണിക്കൂറിൽ കുറവല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന്, അതാണ് ഉദ്ദേശിക്കുന്നത്. കുറെ ദിവസം കിടന്നാൽ മാത്രമേ ഇൻപേഷ്യന്റ് ആവുന്നില്ല. അപ്പൊ ഒരു ദിവസത്തിൽ കുറയാതെ 24 hours കുറയാതെ എന്തെങ്കിലും ഒരു ഡേ കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരിക്കുന്ന പേഷ്യൻസിന് അവിടെ വരുന്ന എല്ലാ തരത്തിലുള്ള ചെലവുകളും അതും കൊടുക്കുന്ന ഹെൽത്ത് പ്ലാനുകൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്തുണ്ട്. അതിനെയാണ് നമ്മൾ ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഡേ ആണ്, ഒരു ദിവസത്തെ കെയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ചില പേഷ്യൻസിനൊക്കെ ചില പോയ്സണസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പേ ചിലപ്പോ ഒരു ദിവസത്തേക്ക് അവരെ ഒബ്സർവേഷനിലൊക്കെ ഇടും. ഇല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ, കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? അതൊക്കെ സഡൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, നമുക്ക് തടയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ചിലപ്പോ നമ്മൾ എപ്പോഴും മുമ്പിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നടക്കുക. നമ്മൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതിനാണ് ഇല്ലാത്തത് കേട്ടോ. അത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഇനി കുറച്ച്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ചെലവുകൾ ഒരു ഡേ കെയറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് പോകുന്നു. ഇന്ന് രാവിലെ 8 മണിക്ക് പോയി അഡ്മിറ്റ് ചെയ്തു, നാളെ 8 മണി ആയിരിക്കും എന്തായാലും നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയി. പക്ഷെ എങ്കിലും സം എക്സ്പെൻസസ് അവിടെ ചിലപ്പോ ചില ചെലവുകളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പൊ ഡേ കെയർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ കവറേജിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ആണ്. അതായത് ഇപ്പൊ ചില പേഷ്യൻസിന് ചില സാഹചര്യങ്ങളിൽ ചില ഇൻഷുറൻസ് പ്ലാനുകൾ ഇങ്ങനത്തെ ഉണ്ട്. ഓരോ ദിവസവും ഇപ്പൊ പേഷ്യന്റുകളെ അഡ്മിറ്റ് ചെയ്തിട്ട് ആ പേഷ്യന്റുകൾക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ഓരോ ദിവസം എത്ര രൂപയാണോ ചെലവാകുന്നത് അതൊരു ലംസം എമൗണ്ട് ആയിട്ട്. വാട്ട് ഈസ് മീൻ ബൈ ലംസം? ഒരുമിച്ച് ഒറ്റയടിക്ക് ഓരോ ദിവസത്തെ ആയിട്ട് ആ ലംസം എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി അങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഇൻഷുറൻസുകളും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ ഡെയിലി യൂസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഏതൊക്കെയാണോ അത് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ലംസം എമൗണ്ട്, ഒറ്റത്തുകയായിട്ട് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ബേർഡൻ അങ്ങോട്ട് കുറയ്ക്കാം. ഇന്നത്തെ ചെലവ് എന്തൊക്കെയുണ്ട്, ഇപ്പൊ വൈകുന്നേരം ബില്ല് അങ്ങോട്ട് പേ ചെയ്തു, മൊത്തത്തിലുള്ള ചെലവുകൾ ലംസം ക്യാഷ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു ഹോസ്പിറ്റലിലേക്ക്. അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ ചെലവുകൾ, ട്രീറ്റ്മെന്റിലോ മരുന്ന് വാങ്ങിച്ചതോ എന്തെങ്കിലും എക്യുപ്മെന്റുകൾ വാങ്ങിച്ചതോ ആ രോഗിക്ക് എന്തൊക്കെ കാര്യങ്ങളോ ചെയ്തേക്കണേ അതിന്റെ ലാസ്റ്റ് ആവുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിന്റെ ബില്ല് അങ്ങനെ ഓരോ ദിവസത്തെ ലംസം എമൗണ്ട് ആയിട്ട് പേ ചെയ്യും. അതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. ഡേ കെയർ ട്രീറ്റ്മെന്റും ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷും ഒന്നല്ല കേട്ടോ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ എന്താണ്? ഇൻകം ബെനിഫിറ്റ് ആണ്. സം ഇൻഷുറൻസ് പ്ലാൻസ് ഓൾസോ പ്രൊവൈഡ് ലംസം എമൗണ്ട് ടു റീപ്ലേസ് ദ ലോസ് ഓഫ് ഇൻകം ഓഫ് ഫാമിലീസ്. അതായത് ഇപ്പോ ഈ ഒരു എന്താ പറയാ പേഷ്യന്റ് ആരെങ്കിലും എന്തെങ്കിലും രോഗമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. ആൻഡ് ഇമാജിൻ ദാറ്റ് ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഏൺസ് ഇൻകം ഓഫ് ദാറ്റ് ഫാമിലി. ആ ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗമായിരുന്ന ആ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം.
ആ വ്യക്തിയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്നത്. എന്തെങ്കിലും രോഗം കൊണ്ടോ ആക്സിഡന്റ് കൊണ്ടോ ഒക്കെ രോഗി ഹോസ്പിറ്റലായി എന്താ പറയാ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ പിന്നെ എന്ത് പറ്റി? അങ്ങോരുടെ വരുമാന മാർഗമാണ് അവിടെ ഇല്ലാതായത് ആണോ? ആ കുടുംബത്തിന്റെ അത്താണി എന്ന് പറയൂലേ നമ്മള്, അങ്ങനെയുള്ള ആളായിരുന്നു ആ പുള്ളിക്കാരൻ എന്ന് വിചാരിക്കാം. സോ ദർ ആർ നോ അതർ പേഴ്സൺസ് ഹൂ ഏൺസ് ഇൻകം. ആ വീട്ടില് വേറെ വരുമാന മാർഗമുള്ള ആരും തന്നെ ഇല്ലാന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ മാത്രം എന്താ പറയാ ഒരു വലയത്തിൽ നിന്നിട്ട് ഒരു കാര്യവും മനസ്സിലാക്കരുത്. അസ്യൂം ചെയ്യുക. പലതും നമ്മളെക്കാൾ ഒത്തിരി കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. കുറെയൊക്കെ അവരെയൊക്കെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെയുള്ള ആള് അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ബാക്കിയുള്ളത് ചിലപ്പോൾ കൊച്ചുകുട്ടികളാകാം, അല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലാത്ത ചിലപ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഒക്കെ ആകാം. അപ്പൊ അവർക്ക് ആരെയും ആശ്രയിക്കാനില്ല. സോ ടു സപ്പോർട്ട് ദം ബൈ പ്രൊവൈഡിങ് സം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുന്ന ചില ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഇൻകമിനെ എന്താ പറയാ ആ ഒരു വരുമാന മാർഗം ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒരു ചെറിയ എമൗണ്ട് ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യും. മറ്റു മർദ്ദരോഗം വന്ന രോഗിക്ക് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്ത് കഴിക്കും അല്ലെ? ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും അവർക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ? കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ ചെലവുകളുണ്ട്. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനില്ല. ഹോസ്പിറ്റലിലെ ക്യാഷ് ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുക്കുന്നു. പക്ഷേ ഈ പറയുന്ന ഫാമിലിനെ സപ്പോർട്ട് ചെയ്യും. ആരെങ്കിലും ചെല്ലോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മുടെ സന്തോഷത്തിൽ ആഹ്ലാദിക്കാൻ നമ്മോടൊപ്പം ഷെയർ ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ വരും. പക്ഷെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം ഇഷ്യൂസ് ഒക്കെ വരുമ്പോ ചിലപ്പോൾ ആരും തന്നെ അങ്ങനെ വരാൻ ധൈര്യപ്പെടില്ല ഇന്നത്തെ കാലത്ത്. ഓക്കെ, ബിക്കോസ് എല്ലാവരും സെൽഫിഷ് ആണ്. അവരവരുടെ കാര്യങ്ങൾ തന്നെ നോക്കാനും ഇരിക്കാനും ഒക്കെ സമയം കൂടി ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ എങ്ങനെയാ അല്ലെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഫാമിലിനെ കൂടി സപ്പോർട്ട് ചെയ്യാൻ ഒരു ലംസം എമൗണ്ട് നമ്മുടെ ആബ്സെൻസിൽ, നമ്മുടെ അഭാവത്തിൽ നമുക്കത് ചെയ്യാൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഹോസ്പിറ്റലിലെ ചെലവുകൾ മാത്രമല്ല ഇൻഷുറൻസ് കമ്പനി അന്നേരം ഏറ്റെടുക്കുക. ഡ്യൂ ടു ദ ലോസ് ഓഫ് ഇൻകം. അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ വരുമാന മാർഗത്തിൽ, അത്തരം കുടുംബങ്ങളുടെ വരുമാന മാർഗത്തിൽ ഉണ്ടാകുന്ന നഷ്ടത്തെ കൂടി പരിഹരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ക്ലിയർ ആയോ എല്ലാം? അപ്പൊ പറഞ്ഞ മൂന്നെണ്ണം ശരിയായോ? മനസ്സിലായല്ലോ? അപ്പോ there are 7 types of expenses which are covered under health insurance. ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ കവറേജ് ചെയ്യുന്നത് ഈ പറയുന്ന 7 എണ്ണമാണ്. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് എക്സ്പെൻസസ് or ambulance charges, day care treatment, day-to-day hospital cash and income benefits. 7 എണ്ണം ക്ലിയർ ആണല്ലോ? പോകാലോ അടുത്തതിലേക്ക്? ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്. സോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ നേരത്തെ ഒരു ടേം പഠിച്ചിരുന്നു, എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിരുന്നു. അന്നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്തത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടാ തുടങ്ങിയത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലോസ് ഡ്യൂ ടു ആക്സിഡന്റ്, ഇൽനസ്, ഡിസീസസ് ടു ഇൻഡെമിനിഫൈ ദാറ്റ് പർട്ടിക്കുലർ ലോസസ്. അത്തരം നഷ്ടങ്ങളെ എന്താ പറയാ ലഘൂകരിക്കാൻ അല്ലെ, ഇൻഡെമിനിഫൈ ചെയ്യാൻ, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നിട്ട് പറയുന്നത് ചില ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്ത ചില കാര്യങ്ങളുണ്ടെന്ന്. വൈ? അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് പഠിക്കാനുള്ളത് what are the expenses or diseases which are not covered under insurance. ഇൻഷുറൻസിന്റെ കവറേജിൽ വരാത്ത തരത്തിലുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നതല്ല. ഇത് IRDAI പറയുന്നതാണ്. എന്താണ് IRDAI എന്ന് പറയുന്നത്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നു. എന്ന് പറയുന്നു. ഇതെന്ന് പറയുന്നത് ആരാ? ഈ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ ഇൻഷുറൻസ് പദ്ധതികളെല്ലാം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അതോറിറ്റിയാണ്. തീർച്ചയായിട്ടും ആ അതോറിറ്റി പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും ഇൻഷുറൻസിന്റെ പരിധികളിൽ വരുന്നതല്ല. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കോസ്മെറ്റിക് സർജറിയാണ്. എന്താ കോസ്മെറ്റിക് സർജറി? ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പടി വാങ്ങിക്കും. കേട്ടിട്ടുണ്ട്. നമ്മൾ എവിടെ കേട്ടു കോസ്മെറ്റിക് സർജറി? നമ്മൾ എവിടെയാ കേട്ടെ? എവിടെ കേട്ടു? എന്താ ടൈപ്പ് സമയം തരാം. ഹോസ്പിറ്റലിനകത്ത് നമ്മൾ എവിടെയെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടുന്നതാണ്. ഡെർമറ്റോളജിയിലോ അവിടെയാണ് കേട്ടത്?
പഠിച്ചു കഴിഞ്ഞത് ഞങ്ങൾ മറന്നു കളഞ്ഞു എന്നാണോ ഉദ്ദേശിച്ചത്? ആർക്കും അറിയില്ല. മറ്റേ ക്ലാസ്സിലൊക്കെ അവര് പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസില് നമ്മള് ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ടായി. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതിനകത്ത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പരിചയപ്പെട്ടു. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് നമ്മളുടെ രൂപത്തിൽ, അപ്പിയറൻസിൽ, ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ നടക്കുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് വല്ല ആക്സിഡൻസ് പറ്റി അല്ലെങ്കിൽ ജന്മനാ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഡിസബിലിറ്റിയുമായിട്ട് നമ്മൾ ജനിച്ചു എന്ന് വിചാരിക്കുക. അതൊക്കെ ചില സർജറീസിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ടെക്നോളജി അത്രയും അങ്ങോട്ട് വളർന്നു കഴിഞ്ഞു. സോ ഈ പ്ലാസ്റ്റിക് സർജറിയെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? മറ്റു ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞുവിട്ടാ. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും കോസ്മെറ്റിക് സർജറിയും. അവിടെയാണ് ആരാ പദം കേട്ടത്? കണ്ടാ, പോയി എവിടെ എത്തി നോക്കിയേ. പ്ലാസ്റ്റിക് സർജറിയെ രണ്ട് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും, രണ്ട് കോസ്മെറ്റിക് സർജറിയും. ഈ റീകൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും എന്താ പറയാ ചില വൈകല്യങ്ങള്, ചിലപ്പോൾ കാലിലോ കൈക്കൊക്കെ വളവുകളോ തിരിവുകളോ ഒക്കെ ആയിട്ടൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് വരും. ബിറ്റ്വീനില്, അതായത് ലൈഫിൽ പോകെ ചിലപ്പോൾ വരാം, ചില അസുഖങ്ങൾ വന്നിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജന്മനാ വന്നതാകാം, ചിലപ്പോൾ നമുക്ക് ആക്സിഡൻസിൽ വന്നതാകാം. ഇങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം, പുനഃസ്ഥാപിക്കാം. എന്ന് വെച്ചാൽ അതിനുണ്ടാകുന്ന പോരായ്മകളെ നികത്തി ഇന്ന് അതിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും എല്ലാം തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് നമ്മുടെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കലൊന്നുമല്ല, അവിടെ നമുക്ക് ഉള്ള പോരായ്മകൾ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് ഈ എന്താ പറയാ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി നമ്മൾ പറഞ്ഞു. ഈ കോസ്മെറ്റിക് എന്താ? അത് നമ്മളുടെ ടു എൻഹാൻസ് അവർ ബ്യൂട്ടി, നമ്മുടെ അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് ഇൻഷുറൻസ് കൊടുക്കണമെന്ന് നിർബന്ധം ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കണോ? വേണ്ട. നമുക്ക് എന്താ പറയാ, നമുക്ക് ലൈഫിൽ നമുക്ക് ജീവൻ തന്നപ്പോ നമുക്ക് ഒരു രീതിയിലുള്ള സൗന്ദര്യവുമായിട്ടാണ് നമ്മൾ ജനിച്ചേക്കുന്നത്, അല്ലെ? അപ്പൊ അത് നമുക്ക് വേണ്ടതാണ്, അത് നിലനിർത്തുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അതിനെ വർദ്ധിപ്പിക്കാൻ നമ്മൾ എക്സ്ട്രാ എക്സ്പെൻസുകൾ ഒരുപാട് കാശൊക്കെ അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമുക്കറിയാം, അതായത് നമ്മുടെ ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, സെലിബ്രിറ്റീസ്, അല്ലെ? അതൊക്കെ അവർക്ക് എന്താ പറയാ, അവർക്ക് അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കത് ആവശ്യമാണ്. അവരുടെ ബോഡിയുടെ അപ്പിയറൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ആ ഫീൽഡിൽ നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവരെ പോലുള്ളവർ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, അതനുസരിച്ച് വരുമാനം അവർക്കുണ്ട്. സോ ദേ ക്യാൻ ഡു ഇറ്റ്, അവർക്കത് ചെയ്യാം. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നമുക്കത് ലക്ഷറിയാണ്. അതേസംബന്ധം അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ആഡംബരമായി പോകും. അപ്പൊ ആഡംബരങ്ങൾക്കൊന്നും ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതല്ല. ഓക്കെ, അതുകൊണ്ടാണ് കോസ്മെറ്റിക് സർജറീസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കവറേജ് ഓഫ് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ ഇത് വരുന്നില്ല. നെക്സ്റ്റ് വൺ എന്താണ്? IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. IVF എന്ന് പറയുന്നത് എന്താ? അത് കൃത്രിമ ഗർഭധാരണം നടത്തുന്നത്, അല്ലെ? അതായത് ഫെർട്ടിലിറ്റി കുറവായിട്ടുള്ള സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ അങ്ങനെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? അതിന് മുമ്പേ തന്നെ. അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, ഒത്തിരി കാശുകളൊക്കെ ചെലവാകുന്ന ട്രീറ്റ്മെന്റ് ഇനിയാണ്. സോ ഇറ്റ് വിൽ നോട്ട് ബി അണ്ടർ ദ കവറേജ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ കവറേജിൽ അത് വരുന്നില്ല എന്നാണ് IRDAI പറയുന്നത്, ഞാനല്ല. IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് വൺ, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. ഇതിനും എന്തില്ല? ഇൻഷുറൻസ് കവറേജ് ഇല്ല. പ്രഗ്നൻസി എന്ന് പറയുന്നതൊന്നും സഡൻ ഇൽനെസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നത്. സഡൻ ഇൽനെസ് അല്ലല്ലോ, അത് രോഗമാണോ? പ്രഗ്നൻസി എന്ന് പറയുന്ന രോഗമൊന്നുമല്ല. അത് നമ്മളുടെ ഒരു എന്താ പറയാ, ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്, റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് രോഗമല്ല. അതുപോലെ തന്നെ അബോർഷൻ, ഇറ്റ്സ് നോട്ട് എ ഡിസീസ്, അതും ഒരു രോഗമൊന്നുമില്ല. അപ്പൊ അതിനെന്തൊക്കെ ട്രീറ്റ്മെന്റുകളൊക്കെ ആരെങ്കിലും എടുത്തിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്നും പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മൂന്നെണ്ണം ഉണ്ട്: കോസ്മെറ്റിക് സർജറി, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആൻഡ് പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. ഇനി നാലാമത്തേത് മിസ്സലേനിയസ് ചാർജസ് ആണ്. നിങ്ങൾ അവിടെ ഒരു കാര്യം തിരുത്താനുണ്ട്. ഈ നാലാമത്തെ മിസ്സലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട് കുറച്ച് താഴെ കിടക്കട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞതിനകത്ത് 7 പോയിന്റുകളാണ് ഉള്ളത്. 7 എണ്ണമാണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ
ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരാത്ത 7 എണ്ണത്തിന്റെ പേരേ ഉള്ളൂ അവിടെ. ബാക്കിയുള്ളതിനൊക്കെ ചിലതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാം അത് ഏതൊക്കെയാണ്. മിസ്സലേനിയസ് ചാർജസ്, അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് അതിന്റെ മുമ്പിൽ കിടക്കുന്ന ആരോ മാർക്കുകൾ വെട്ടിക്കൊണ്ടേക്ക്. അടുത്തത് ഹെൽത്ത് സപ്ലിമെന്റ്, അതിന്റെ തൊട്ട് താഴെ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയേക്കുന്നത് ആ ഹെൽത്ത് സപ്ലിമെന്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, അതിന്റെ താഴെ അവിടെ ആരോ മാർക്ക് അവർ കിട്ടിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേതൊക്കെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാം കേട്ടാ. ഹെൽത്ത് സപ്ലിമെന്റിന്റെ താഴെ, അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇത് അതിന്റെ അടുത്ത പോയിന്റ് ആണോ എന്ന് വിചാരിക്കരുത്. വായിച്ച് പിന്നീട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് പിന്നീട് വായിക്കുമ്പോഴായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഇത് കുറെ പോയിന്റ് ഉണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം വായിക്കുന്നവർക്ക്. ഓക്കെ, അപ്പൊ അതൊന്ന് മാറ്റിയേക്കാം കേട്ടോ. അപ്പൊ എന്താണ് മിസ്സലേനിയസ് ചാർജസ്? മറ്റ് ചാർജുകൾ, അല്ലാതെ ചില്ലറ ചെലവെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഒരു മിസ്സലേനിയസ് ചാർജസ്. ലൈക്ക് രജിസ്ട്രേഷൻ ചാർജസ്, അതായത് ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം, ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ അഡ്മിഷൻ ഫീസ് കൊടുക്കണം, അതൊക്കെ എക്സ്ട്രാ കൊടുക്കുന്നതാണ്. നമ്മുടെ സാധാരണക്കാർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. അവർ വെയിറ്റ് ചെയ്ത് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പൊക്കെ പോയി കണ്ട് അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ അതുകൊണ്ട് അഡ്മിഷൻ ചാർജസ്, രജിസ്ട്രേഷൻ ഫീസ്, പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സേവനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിന്റെ സർവീസ് ചാർജസ്, ഇതൊന്നും തന്നെ, അതായത് മെഡിക്കൽ ട്രീറ്റ്മെന്റുകളിൽ നമുക്ക് എടുക്കുമ്പോൾ ഇത്തരം ചാർജസ് എല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരം ചാർജുകൾ ഒന്നും തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ പെടുന്നതല്ല. രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ് ആൻഡ് അതർ സർവീസ് ചാർജസ്, മറ്റ് സേവന ചാർജുകളെല്ലാം തന്നെ അതൊന്നും എന്തില്ല, ഇൻഷുറൻസ് കവറേജിൽ വരുന്നില്ല എന്നാണ് പറയാ. അതാണ് മിസ്സലേനിയസ് ചാർജസ്. ആ മിസ്സലേനിയസ് ചാർജസ് ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തോ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് IRDAI പ്രകാരം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീടും എപ്പോഴായാലും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വരുമ്പോ നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ പറയാം ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരുന്നല്ലോ അല്ലല്ലോ എന്ന് നമുക്കറിയാലോ. അതിനുവേണ്ടി അറിവിനായിട്ട് ഇത് എന്തായാലും പഠിക്കാനുള്ളതാണ് MB വെച്ചത്. നെക്സ്റ്റ് ഹെൽത്ത് സപ്ലിമെന്റ്. ഹെൽത്ത് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചില ആളുകളൊക്കെ എന്താ പറയാ, ചില ആളുകള് നമ്മുടെ ബോഡിയുടെ ഇതൊക്കെ വർദ്ധിപ്പിക്കാനും ചിലതൊക്കെ ചുരുക്കാനും ഒത്തിരി മറ്റ് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ ഷേക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഷേക്സ് മാത്രം കഴിച്ച് വേറെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുന്നവരുണ്ട്, ഭാരം കൂട്ടുന്നവരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടി വരുന്നതിനൊക്കെ കുറച്ച് കൂടുതൽ കാശൊക്കെ ചെലവാകുന്ന പ്രോട്ടീൻ ഷേക്സ് ഒക്കെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ കാശ് ചെലവാക്കിയിട്ട് എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഇൻഷുറൻസിന്റെ കവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതല്ല. ഇന്ത്യയില് ഇത്തരം എക്സ്പെൻസുകൾ ആർ നോട്ട്. വൈറ്റമിൻ ടാബ്ലറ്റിനൊന്നും നമുക്ക് അത്ര വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല. വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ബി കോംപ്ലക്സോ അങ്ങനെയുള്ളതിനൊന്നും അത്ര വലിയ വിലയൊന്നുമില്ല. ഷേക്സ് പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഒരാൾക്ക് വൈറ്റമിന്റെ അഭാവം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ് അതിനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ. ഡോക്ടേഴ്സിനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരാളില് എന്തെങ്കിലും വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഒക്കെ കുറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വരുമല്ലോ, അതിനെന്തായാലും ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, പ്രോട്ടീൻ പൗഡർ ആണ് അത് നമ്മൾ എക്സ്ട്രാ ലക്ഷറിയാണ് ശരിക്കും പറഞ്ഞത്. പ്രോട്ടീൻ പൗഡർ നമ്മൾ വെയിറ്റ് കൂടിയ ആൾക്കാർക്ക് ചില പ്രോട്ടീൻ ഷേക്സ് ഒക്കെ ഇന്ന് ഒത്തിരി മാർക്കറ്റിൽ, അല്ലെങ്കിൽ മാർക്കറ്റിലല്ല, പല ആളുകളായിട്ട് ഇങ്ങനെ സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചാൽ മതി. ഭക്ഷണം കഴിക്കാതെ നമ്മൾ വെറുതെ വെള്ളം മാത്രം കുടിച്ചാൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും ഇല്ലേ, അത് വേറൊരു കാര്യം അല്ലെ. നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഷേക്കിന് മാത്രം. ഷേക്കിനകത്ത് അതിനകത്ത് സാധനങ്ങൾ ഉണ്ടാകാമായിരിക്കാം, പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കിട്ടുന്ന എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്ന മറ്റൊരു എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാൽ നോക്കിയിരിക്കുക, എന്നാ അതിന് എന്ത് ചെയ്യുള്ളൂ, വണ്ണം കുറയുള്ളൂ. അല്ലാണ്ട് കഴിച്ചിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റില്ല. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടി ആസ്വദിക്കാനൊക്കെ വേണ്ടി, രുചിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പലതരത്തിലുള്ള എന്തൊക്കെയോ ഫുഡാക്കിയ ആളുകൾ ഓരോ ദിവസവും കണ്ടുപിടിക്കുന്ന എത്ര ആളുകൾക്ക് അവരുടെ വായിക്ക് രുചി കൂട്ടി കൊടുക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്, സ്വന്തമായിട്ടൊക്കെ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. പുതിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടി കുറച്ചിട്ട് അല്ലെ. അതൊക്കെ നമ്മൾ കഴിച്ചാലേ നമുക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ ചെയ്യുന്നതിനേക്കാൾ പണ്ടത്തെ ആൾക്കാർ എന്താ ചെയ്തിരുന്നത്, എന്തൊക്കെയോ ആൾക്കാർ കഴിച്ചിരുന്നത് കപ്പയായിട്ടും ചേനയായിട്ടും ഒക്കെ ഒത്തിരി എന്താ പറയാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിരുന്നു. ഈ കപ്പയ്ക്കകത്തിനകത്തൊക്കെ ഒത്തിരി കലോറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തപ്പെട്ടതാണ്, ഫാറ്റും ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാധനങ്ങൾ എന്തോരം കഴിച്ചിരുന്നു. പക്ഷെ അങ്ങനെയുള്ള അന്നത്തെ ആളുകൾക്ക് ഈ പറയുന്ന പോലെ രോഗം ഉണ്ടായിരുന്നില്ല, തടി വെക്കുന്ന അവർക്ക് പേടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു അവർ കഴിക്കുമായിരുന്നു. കാരണം അന്നവർക്ക് നന്നായി അധ്വാനിക്കാനും അറിയായിരുന്നു. നമ്മള്
നമ്മുടെ ശീലങ്ങളാണ് മാറ്റേണ്ടത്. കഴിക്കുന്ന കാര്യങ്ങളിലല്ല മാറ്റം വരുത്തേണ്ടത്. കഴിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സമയമില്ല, അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയൊക്കെ പോകുന്നു അല്ലെ. എന്തായാലും ഞാൻ വെറുതെ പറഞ്ഞു അതുള്ളൂ. അപ്പൊ ഇത്തരം പ്രോട്ടീൻ ഷേക്സ് ഒക്കെ തന്നെ എന്ത് ചെയ്യില്ല, കവറേജിൽ വരുന്നതല്ല. നെക്സ്റ്റ് എന്താണ്? പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. നമ്മൾ ഈ പോളിസി എടുക്കുന്ന സമയത്ത് ഇഫ് യു ഹാവ് എനി ഡിസീസസ് ദാറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്, നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഈ പോളിസി ഏതെങ്കിലും ഒരു പോളിസിയിൽ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ ഒത്തിരി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളൊക്കെ നിലവിൽ കൊണ്ടുവരുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എടുക്കുമ്പോൾ they may ask us whatever diseases you have, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാങ്ക് ആയിട്ട് നമ്മൾ അതിനുള്ള മറുപടി കൊടുക്കുന്നത് ഇന്ന രോഗമൊക്കെ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നേരത്തെ കൂട്ടി നമുക്കുള്ള ചില ഹെൽത്ത് കണ്ടീഷൻസ്, ഹെൽത്ത് ഇഷ്യൂസ് അത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. കാരണം അങ്ങനെയുള്ളതിനൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, നേരത്തെ കൂട്ടി ഉള്ള രോഗങ്ങൾക്ക് നമുക്ക് ആ ഇൻഷുറൻസ് കവറേജിൽ വരില്ല. ഇനി എങ്ങാനും അത് കൊടുക്കുന്നുണ്ടെങ്കിൽ they will provide some period which is known as waiting period. അത് അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു കാലഘട്ടം അവർ കൊടുക്കും. ഈ ഇത്രയും വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അസുഖം വരാതിരുന്നിട്ട് പിന്നീടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഇൻഷുറൻസ് കവറേജ് തരാം. ഓക്കെ, അപ്പൊ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ ഇന്ന് ഗവൺമെന്റ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ. കാരണം സാധാരണക്കാർക്ക് ഇതെല്ലാം ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടാണ്, ഇത്തരം എക്സ്പെൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ഒരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യും. ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗം കൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ഗ്യാരണ്ടിയിലായിരിക്കും എന്ത് ചെയ്യുക? ഇൻഷുറൻസിലേക്ക് നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലാതെ ആണെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യാതൊരു അസുഖങ്ങൾക്കും എന്തില്ല നമുക്ക് പോളിസി കിട്ടുന്നതല്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതല്ല. അതിനുവേണ്ടി ഇൻഷുറർ അല്ലെങ്കിൽ ഇൻഷുറർക്ക് തന്നെ തീരുമാനിക്കാം എത്ര കൊടുക്കണം ആ വെയിറ്റിംഗ് പീരീഡ്. ഇറ്റ്സ് ദ ഡിസിഷൻ ഓഫ് ദ ഇൻഷുറർ. ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറർക്ക് തീരുമാനിക്കാം ആ വെയിറ്റിംഗ് പീരീഡിന്റെ കാലാവധി നമ്മൾ എത്ര കൊടുക്കണമെന്ന്. It is about 12 to 48 months. ഏകദേശം 12 മുതൽ 48 മാസങ്ങൾ വരെയാണ്. If it is converted into year, 1 year തുടങ്ങി 4 years വരെ ആ ഒരു കാലാവധി ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയിൽ അപ്പൊ അത് ഇൻഷുറർക്ക് തീരുമാനിക്കാം. 1 വർഷ കാലാവധിയിലാണോ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ 2 വർഷ കാലാവധി കൊടുക്കുന്നോ, അല്ലെങ്കിൽ 4 വർഷം വരെ കൊടുക്കണോ എന്ന് അത് ഇൻഷുറർക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഇൻഷുറർ. തീർച്ചയായിട്ടും ഇൻഷുറർക്ക് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. വെയിറ്റിംഗ് പീരീഡ് ആ രോഗത്തിന് എത്ര കൊടുക്കണം എന്നിട്ടാണ് അതിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഇൻഷുറർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇനിയും ഇൻഷുറൻസ് കവറേജിൽ വരാത്ത അവസാനത്തെ കാര്യമാണ് സെൽഫ് ഹാം. എന്താണ് സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ? എന്താ? സ്വയം ഉപദ്രവിക്കുക. മറ്റൊരു പേര് നമ്മൾ നല്ലൊരു ഓമന പേരിട്ട് പറയും അല്ലെ. എന്താ അത്? ആത്മഹത്യ പ്രവണത, ആത്മഹത്യാ ശ്രമം, സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെ. അതായത് എന്താ പറയാ ആത്മഹത്യാ ശ്രമം നടത്തി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. നമ്മൾ ഏതെങ്കിലും ഒരു പോളിസി എടുത്ത് 5-6 മാസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലി ഇഷ്യൂസോ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ വന്നു കഴിയുമ്പോൾ ജീവിതം അടുത്തു എന്നൊക്കെ തോന്നുമ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് സൂയിസൈഡ്. അതൊന്നിനും ഒരു പരിഹാരമല്ല. പ്രാവശ്യം നമ്മള് പല സ്ഥലത്തും കേട്ടും കണ്ടൊക്കെ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ കൈവിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ പെട്ടെന്ന് ഒരു ഇച്ചിരി സമയത്തെ ഒരു എന്താ പറയാ മെന്റൽ ആ ഒരു ഡിപ്രഷനാണ് ആളുകളെ അങ്ങോട്ടേക്ക് നയിക്കുക. ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ നിന്നും ആളെ വ്യതിചലിപ്പിക്കാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് അയാൾക്ക് അത് ചെയ്യാൻ തോന്നില്ലായിരിക്കാം. ഓക്കെ, പക്ഷെ ആ ഒരൊറ്റ നിമിഷം മാത്രമാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് തോന്നി എന്തായാലും എന്നെ കൊണ്ട് ഉപകാരമില്ല, എന്റെ കാശെങ്കിലും കുടുംബത്തിന് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് പോളിസി എടുത്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പോയിട്ട് സൂയിസൈഡ് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുക. സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയി ജീവൻ തിരിച്ചു കിട്ടി. അപ്പൊ അവിടെ കൊണ്ടുപോയി കുറെ കാശ് കൊടുക്കാമെന്ന് അത്രേ ഇതുള്ളൂ. അല്ലാതെ അതിനും ഒന്നും ആരും തരില്ല, ഇൻഷുറൻസ് കമ്പനി കവറേജും തരില്ല. ബിക്കോസ് അതെന്താ നമ്മൾ സ്വയം വരുത്തി വെച്ചതാ. സഡൻ ആയിട്ടുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിലെ ഇതുപോലുള്ള ഡിസീസസിനും ആക്സിഡന്റ്സിനും ഒക്കെയാണ് എന്ത് കിട്ടുന്നത്? കവറേജ് കിട്ടുന്നത്. മറ്റേതോ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ഒരു മിനിറ്റ് നേരത്തേക്ക് ആണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമാണ്. അതൊരു സഡൻ ഇൽനെസ് അല്ല, അല്ലേ? എല്ലാം തോന്നിയില്ലേ? അപ്പൊ ഇതൊക്കെ തന്നെയാണ് IRDAI പ്രകാരം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജില് വരാത്ത ചില മെഡിക്കൽ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ. അപ്പൊ ഒന്നുകൂടി പറയാം ഏതൊക്കെയാ? കോസ്മെറ്റിക് സർജറി, IVF and fertility treatment, pregnancy and abortion, miscellaneous charges, pre-existing health condition, health supplements and self-harm. 7. Clear ആയോ?
ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോകുകയാണേ. യെസ്, ഇനി വീണ്ടും നമുക്ക് കുറച്ച് കാര്യം കൂടി ഇതുപോലെ എന്താ പറയാ, വെയിറ്റിംഗ് പീരീഡില് നമ്മൾ തൊട്ട് മുന്നിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു പോയിന്റില് വെയിറ്റിംഗ് പീരീഡിന് IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഇത് ഫുൾ ഫോം വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചു. എവിടെയെങ്കിലും in vitro, in VITRO, in vitro fertilization, FERTILIZATION, fertilization. ശരിയല്ലേ പറഞ്ഞത്? FERTILIZATION, fertilization. പ്രൊനൗൺസ് ചെയ്ത് സെന്റൻസ് എഴുതി വേർഡ് എഴുതിക്കോ. ഓക്കെ, അപ്പോ എന്താ പറയാ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വെയിറ്റിംഗ് പീരീഡില് ചില രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ? ഇത്ര സമയം വരെ അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് അനുവദിച്ചു കൊടുക്കും. അതിന് തൊട്ടുമ്പോൾ പറഞ്ഞില്ല, ആ വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ചില രോഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഹൈ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും ഒക്കെ. കാരണം ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വരുന്നതാണ് ഈ BP, അതുപോലെ തന്നെ ഡയബറ്റീസ്, ഷുഗർ രോഗങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് തോന്നുന്നു. അത് വെയിറ്റിംഗ് പീരീഡും കൊടുക്കൂല. ചില രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കാത്തതുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസസ് കുറച്ച് ഫ്യൂ ഇയേഴ്സിൽ നമ്മൾ ആ ഒരു രോഗങ്ങളൊന്നും കവർ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ആ രോഗങ്ങളെ ഇവിടെ ക്രമപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അതും നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത രോഗങ്ങളുടെ പേരുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസേഴ്സ്, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന അൾസറുകൾ, പലതരത്തിലുള്ള അൾസർ ഒക്കെ ഉണ്ട്. പല രീതിയിൽ ചില ഫുഡ് ഐറ്റംസ് ദഹന പ്രക്രിയ മര്യാദയ്ക്കൊക്കെ നടക്കാതെ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടാകുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസേഴ്സ് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡില് കവറേജ് കിട്ടില്ല. എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ഫിസ്റ്റുല എന്താ? അതൊരു ഇറ്റ്സ് എ സെപ്പറേഷൻ ഓർ ഗ്യാപ്പ് ബിറ്റ്വീൻ സം ഓർഗൻസ്. അതായത് ഈ ചില ഓർഗൻസ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയൊരു വിടവ്, ഒരു ഓപ്പണിംഗ് പോലെയൊക്കെ. കാരണം അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് ഉണ്ടാകുന്നതാകാം. ചിലപ്പോൾ ചില സർജറീസ് നടത്തിയതിന്റെ പ്രത്യാഘാതങ്ങളാകാം. അങ്ങനെയൊക്കെ നമ്മുടെ ഓർഗൻസിൽ തമ്മിൽ ഒരു അകൽച്ചയൊക്കെ വരും. അത് ചില രോഗങ്ങൾക്ക് കാരണം അകൽച്ച വരുമ്പോൾ അതിനകത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വളർന്നൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ് എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. അത് വെയിറ്റിംഗ് പീരീഡിൽ ഡിസീസ് കവർ ചെയ്യുന്നതല്ല. ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, പ്രോസ്റ്റാറ്റിക് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ ചോദിച്ചത് സമയം കളയുന്നില്ല. യൂറോളജി ആൻഡ് ആൻഡ്രോളജിയില് നമ്മള് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇല്ലേ? പഠിച്ചോ? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ യൂറോളജി എന്ന് വിളിക്കുക, അല്ലെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഗൈനക്കോളജി ആണ്. അപ്പൊ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, ഒരു ഓർഗൻ ആണ് പ്രോസ്റ്റേറ്റ്. അതിനകത്ത് ക്യാൻസർ വരുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇവിടെ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ പ്രോസ്റ്റേറ്റ് കുറച്ചിങ്ങനെ ഇങ്ങനെ വളർന്നേ കുറച്ച് എൻലാർജ്മെന്റ്, അതായത് ഇങ്ങനെ വികസിക്കും, അത് ഒത്തിരി വളർന്ന് നമ്മുടെ യൂറേത്രയുടെയും ഇതിന്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് അതിങ്ങനെ ജാമായി പോകും. വളർന്നു കഴിയുമ്പോൾ അതിനെന്ത് ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ മറ്റേതൊക്കെ കൂടി വന്ന് എന്ത് ചെയ്യും? ജാം ആകൂലേ? അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെയാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. നമുക്ക് ആ പേര് പഠിക്കാനുള്ള. ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, ആ രോഗങ്ങളൊന്നും നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് കവറേജിന്റെ ഡിസീസിൽ വരുന്നതല്ല. ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, പൈൽ രോഗങ്ങളൊക്കെ അറിയാലോ, അതെല്ലാവർക്കും അറിയാവുന്ന രോഗമാണ്. അതിന്റെ ഒരു മറ്റൊരു വേർഡ് തന്നെയാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. രണ്ടും തന്നെയാണ്. പിന്നെ ഡിസ്ഫങ്ഷണൽ യൂട്ടറിൻ ബ്ലീഡിങ്, യൂട്രസ് ബ്ലീഡിങ് ആണ്. ദാറ്റ് മീൻസ് ചില ലേഡീസിലൊക്കെ അതിങ്ങനെ ഭയങ്കരമായിട്ട് കുറെ നാളുകളൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത് നിൽക്കാതെ മാസത്തിലൊക്കെ തന്നെ ഒരുപാട് തവണയൊക്കെ വരിക, അത് കൂടുതൽ ദിവസങ്ങൾ തന്നെ അത് നീണ്ടു നിൽക്കുക, അതൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊന്നും കിട്ടില്ല. ഡിസ്ഫങ്ഷണൽ യൂട്ടറിൻ ബ്ലീഡിങ്. കാറ്ററാക്ട്സ്, എന്താ കാറ്ററാക്ട്സ് എന്ന് പറഞ്ഞാൽ? തിമിരം, കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് വരുന്നതാണ്. കണ്ണില് കാഴ്ചയിൽ വരുന്ന ഒരു രോഗമാണ് കേട്ടോ, തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട്സ്. ഹെർണിയ, അതും മറ്റൊരു രോഗമാണ്. അത് ഹെർണിയൊക്കെ പണ്ട് മെന്നിലാണ്, അല്ലെ? പുരുഷന്മാരിലാണ് അത് കൂടുതലൊക്കെ കണ്ടിരുന്നത്. ഇപ്പൊ സ്ത്രീകൾക്കും അത് ഇങ്ങനെ ഒരു അബ്നോർമൽ ഗ്രോത്ത്, നമ്മുടെ എന്താ പറയാ വയറിനൊക്കെ താഴെയായിട്ടൊക്കെ ഈ എന്താ പറയാ ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ ഗ്രോത്ത് ആണ്.
അത് സിസ്റ്റ് എന്ന പേരിലൊക്കെ സ്ത്രീകളിലും ഒക്കെ കടന്നുകൂടിയിട്ട് ഹെർണിയ. അഡിക്ഷൻ ട്രീറ്റ്മെന്റ്സ്, അതെ, കുടലിനകത്തൊക്കെ വരുന്ന ഒരു എൻലാർജ്മെന്റ് തന്നെയാണ്. അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ അതൊക്കെ കയ്യിരിപ്പുണ്ടായതുകൊണ്ട് അതിനും വെയിറ്റിംഗ് പീരീഡിൽ പോലും അത്തരം ഡിസീസസ് കൺസിഡർ ചെയ്യുന്നില്ല. എന്താ അഡിക്ഷൻ ട്രീറ്റ്മെന്റ്? നമ്മൾ ഏതെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് അമിതമായി ഉപയോഗിച്ച് അത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അല്ലെ, അതാണ് അഡിക്റ്റഡ് ആയി പോകുക. അത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള ആൾക്കാരുടെ അഡിക്ഷൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി പല ട്രീറ്റ്മെന്റുകൾക്ക് കൊണ്ടുപോകും. അതിനൊക്കെ ഒത്തിരി ചെലവുണ്ട്. പക്ഷെ ആ ഡിസീസ് ഒന്നും വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യുന്നതല്ല. ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്, പല്ലുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, ഇതിനൊന്നും കിട്ടില്ല. പല്ലുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പല്ല് പറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും അല്ല, അല്ലാതെ തന്നെ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ പല്ലുമായി ബന്ധപ്പെട്ടിട്ട് കൊച്ചുകുട്ടികൾ തുടങ്ങിയ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ അലൈൻമെന്റ് കറക്റ്റ് ഇല്ലാതെ ആകുക, അല്ലെ, പല്ലിന്റെ നിരപ്പൊക്കെ ശരിയാകാതിരിക്കുമ്പോ അല്ലെങ്കിൽ പല്ല് പൊങ്ങിക്കാല് ഇടയിലൊക്കെ പല്ലുകൾ കയറി വരിക. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസിനെ ബാധിക്കുന്നതാണ്. അപ്പൊ അത് ഒരു എന്താ പറയാ, അപ്പിയറൻസിനെ ബാധിക്കുന്നതായതുകൊണ്ട് അതിനെന്ത് കിട്ടില്ല? അത് വെയിറ്റിംഗ് പീരീഡിലെ ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതല്ല. പക്ഷേ എന്നാൽ ഇഫ് ദ ട്രീറ്റ്മെന്റ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് എനി ആക്സിഡന്റ്, എന്നാൽ നമുക്ക് അത്തരം ട്രീറ്റ്മെന്റുകൾ ആവശ്യം ഏതെങ്കിലും ഒരു ആക്സിഡന്റ് മൂലം ഉണ്ടായതാണെങ്കിൽ, വലിയ ആക്സിഡന്റ് ഒക്കെ വന്നു മുഖം കുത്തി വീഴുകയോ അങ്ങനെ മുഖത്തിനൊക്കെ, അപ്പൊ നമുക്കറിയാം അത് നമ്മളതിനെ കറക്റ്റ് ചെയ്യുന്നതല്ല. തീർച്ചയായിട്ടും അത് നമുക്ക് എന്താ പറയാ, ആക്സിഡന്റിൽ വന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് ട്രീറ്റ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ അതിന് കവറേജ് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ എത്തിയിരിക്കുന്നത്. അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ്, ആക്സിഡന്റുകളിൽ നിന്നും ഉണ്ടായ ഇഞ്ചുറീസ് ഒഴികെ അതിന് കിട്ടും എന്നാണ് പറയുന്നത്. അതൊഴികെ മറ്റേതെങ്കിലും ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ ഡിസീസസ് വിച്ച് ഈസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡിൽ കവറേജിൽ വരുന്നതല്ല. And the next one and the last one, genetic diseases or congenital conditions. ജനറ്റിക് ആയിട്ടുണ്ടാകുന്ന, അതായത് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങള്, ജന്മന ഉണ്ടാകുന്ന ചില രോഗങ്ങള് അല്ലെ, ജന്മന ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊന്നും മാറില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി അങ്ങനെ അത് പെട്ടെന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകത്തില്ല. കാരണം അത് ഓൾറെഡി അവർക്ക് ഇൻബോൺ കിട്ടിയിരിക്കുന്നതാണ്. അതുപോലെ ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ചില രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് അവർ ചോദിക്കപ്പോ ഹിയറിഡിറ്ററി ആയിട്ട് വരുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി വേറെ ഫാമിലിയില് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അത് ഹിയറിഡിറ്ററി ആണ്, ആൾക്ക് കൂടി ഉണ്ട്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് മാറുന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം ഡിസീസസും ഈ വെയിറ്റിംഗ് പീരീഡിൽ കവറേജിൽ വരാത്തത്. ക്ലിയർ ആയോ? ഏതൊക്കെയാണ് ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്? മനസ്സിലായല്ലോ? ആ പേരുകൾ മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടി പറയാം. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസേഴ്സ്, any forms of fistula, benign prostatic hypertrophy, dysfunctional uterine bleeding, hemorrhoids and piles, cataracts, hernia, addiction treatments, dental treatment, and genetic diseases or congenital conditions. Clear ആണല്ലോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാലോ. Then types of health insurance ആണ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളാണുള്ളത്, ഏതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുണ്ട്, എങ്ങനെയൊക്കെ ഉള്ള കവറേജ് കിട്ടുന്ന പോളിസീസ് ആണ് നിലവിലുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കവറേജുകളൊക്കെ മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യാം? നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്റെ കാര്യകാരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാതെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കാതെ പോയിട്ട് ഏതെങ്കിലും ഒരു പോളിസി കയ്യിലുണ്ടായാൽ മതി എന്ന് വിചാരിച്ചെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ പോളിസീസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആ പോളിസി എന്തൊക്കെ കവറേജ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നോക്കി തന്നെ എടുക്കുകയാണെങ്കിൽ will be better, because നമുക്കുണ്ടാകുന്ന ഇപ്പോഴത്തെ രോഗങ്ങളുടെ സ്ഥിതികളും നമുക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പില്ല. We are not secured or safe. നമ്മൾ ഈ ഒരു എന്താ പറയാ ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്കോണമിയിൽ ഈ ഒരു കണ്ടീഷൻസിൽ നമുക്കറിയാം നമുക്ക് ചുറ്റുമൊക്കെ എന്തൊക്കെയാണെന്ന്. അപ്പൊ ആ ഒരു കണ്ടീഷൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെക്യൂർഡ് അല്ലാത്ത സേഫ് അല്ലാത്ത കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും. സോ അതൊക്കെ സെക്യൂർ ആക്കാൻ സേഫ് ആക്കാൻ ഒരു പരിധി വരെയൊക്കെ ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന പോളിസീസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, എന്തൊക്കെ ഹെൽത്ത് ഇൻഷുറൻസുകളാണ് ഏതൊക്കെ രീതിയിലുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവർ.
hospitalization വീണ്ടും പറയാണ് expenses arising out of hospitalization owing to any treatment which is needed for any illness or accidents. എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ ആക്സിഡന്റുകളോ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ ഉണ്ടാകുന്ന ചെലവുകൾക്ക് ഇൻഷുർഡിന് കിട്ടുന്ന കവറേജ് അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. രോഗം വന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നു കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെലവുകൾ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നു. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് വെച്ചാൽ എന്തിനായിരിക്കാം? ഇറ്റ് ഈസ് ടു ഇൻഡെമിനിഫൈ നമുക്ക് ഉണ്ടായ ആ നഷ്ടം, നമ്മളുണ്ടായ നമുക്ക് ചെയ്ത എന്താ പറയാ ആ ഒരു നഷ്ടത്തെ, നമ്മളെ ഏത് നഷ്ടത്തിലാണ് നമ്മളിപ്പോ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നഷ്ടത്തെ ഇൻഡെമിനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഹോസ്പിറ്റലൈസേഷൻ കവർ കൊടുക്കുന്നത്. എല്ലാ തരത്തിലുള്ള എന്തൊക്കെ ചെലവുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നത് അതിന്റെയൊക്കെ റിപ്പയർഡ് ബില്ലൊക്കെ എവിഡൻസ് ആയിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു? അതിന്റെ പേയ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തോളും. ബില്ലും എവിഡൻസും ഒക്കെ ഉണ്ടായാൽ മാത്രം മതി. പക്ഷേ all policies have its own conditions and limitations. എല്ലാ പോളിസികൾക്കും അതിൻ്റെതായ വ്യവസ്ഥകളും ചില എക്സ്ക്ലൂഷൻസും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ബേസിസിൽ മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ അവരിങ്ങോട്ട് തരുന്നത് മാത്രം വായിച്ചു നോക്കിയാൽ പോരാ, എന്തൊക്കെ ഉണ്ട് എന്ന് മാത്രം നോക്കിയാൽ പോരാ. അതുകൂടാതെ അവരുടെ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ റെഫർ ചെയ്യണം, അല്ലെ? നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഒരു പോളിസി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് ഈ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ കവറിൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന്റെ എല്ലാ ചെലവുകളും അവർ മീറ്റ് ചെയ്തോളും എല്ലാം. പക്ഷെ ചില കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് കണ്ടീഷൻസ് ഉണ്ട്. അതിനൊക്കെ ബില്ല് പ്രൊവൈഡ് ചെയ്തിട്ട് ആ ബിൽ പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നുള്ളതിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Hospitalization cover provides the insured a cover for all the expenses arising out of hospitalization owing to treatment needed for illness or accidents. Sentence underline cheyamo? Okay. Yes. Next one is the hospital cash cover. Cash cover. അപ്പൊ ഒരെണ്ണം മനസ്സിലാക്കി കഴിയുമ്പോൾ അത് തന്നെയാണ് സെയിം എന്ന് താഴേക്ക് വിചാരിക്കരുത്. ഓരോ പോളിസിക്കും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. രണ്ടാമത്തേത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ചെലവുകളുടെയും ബില്ലുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബില്ല് അവരിലേക്ക് സെൻഡ് ചെയ്താൽ മതി, ഫാക്സ് ചെയ്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസിലും ഇൻഷുറൻസ് ഉള്ള ആളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതായത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒത്തിരി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിൽ ഇന്നൊരു ഡെസ്ക് ഉണ്ട് അതിനുവേണ്ടി. എന്ത്? ഇൻഷുറൻസ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇത് വെച്ചിട്ട് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറുമ്പോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടാ. നമ്മള് ഹോസ്പിറ്റലിൽ കാണാത്ത കുറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നേരത്തെ പഠിച്ചു, അല്ലെ? കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഒരു എന്താ പറയാ ഈ റിസപ്ഷനും അതുപോലെ ഇൻഷുറൻസ് ഡെസ്കും ഒക്കെ പലതും ഇങ്ങനെ നെയിം ബോർഡ് വെച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് ആളുകൾക്ക് മനസ്സിലാക്കാനാണ്. സോ അവിടേക്ക് ഫാക്സ് ചെയ്തോ മറ്റു രീതിയിലോ ഒക്കെ ആ ബില്ലുകളുടെ എന്ത് ചെയ്യും? വൗച്ചേഴ്സോ ബില്ലോ എന്താന്ന് വെച്ചാൽ അതൊക്കെ അവിടേക്ക് സെൻഡ് ചെയ്യും. സോ അക്കോർഡിംഗ് ടു ദാറ്റ് ബിൽ ആൻഡ് ദ ഐഡന്റിഫൈഡ് പേഴ്സൺ, ആ ഒരു പേഷ്യന്റ് ആരാണെന്ന് മനസ്സിലാക്കി അതൊക്കെ നോക്കിയിട്ടാണ് ആ പേയ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ എന്താ പറയാ സെർവ് ചെയ്യാൻ, അതിനുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഇൻഷുറൻസ് ഡെസ്ക് ഇന്ന് ഹോസ്പിറ്റൽസിലുള്ളത്. കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? കണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നമ്മളത് കണ്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അത് ഉള്ളതാണ്. കാരണം പണ്ടൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്തരം ഇത്രയും വികസിച്ച രീതിയിൽ ഗവൺമെന്റ് ഒത്തിരി ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്ത് BPL വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരുപാട് അങ്ങനത്തെ ചില സഹായങ്ങളൊക്കെ ഇന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ളവർ എന്തായാലും ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ കിട്ടും. എന്താ? അല്ലെങ്കിൽ കാശുള്ളവന് മാത്രം നല്ല ചികിത്സ, ഇവൻ കാശില്ലാത്തവനല്ലേ, അപ്പൊ അവന്റെ കുറച്ച് കാശുള്ളൂ, അപ്പൊ കുറച്ച് രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ അല്ലെങ്കിൽ നല്ല എന്താ പറയാ നല്ല രീതിയിലുള്ള മരുന്നുകളൊന്നും വേണ്ട. അങ്ങനെയില്ല. ഇന്ന് വേർതിരിവില്ല. ബിക്കോസ് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഇന്ന് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പുവർ പീപ്പിളിനും ബിലോ പോവർട്ടി ലെവലിലുള്ള ആളുകൾക്കും ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അവർക്കും എന്ത് കിട്ടും? നല്ല ഗുണമേന്മയുള്ള ട്രീറ്റ്മെന്റ് കിട്ടും. കാരണം അല്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യും, ഇൻഷുറൻസ് കമ്പനി ചോദിക്കും. കാരണം നമ്മൾ ഇൻഷുറൻസിന്റെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ. സോ നിങ്ങൾ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യണം ആ പേഷ്യന്റിന്. അവിടെ നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുകളിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും ബില്ല് പ്രകാരം കൊടുക്കുമെന്ന് പറഞ്ഞു.
അത് മാത്രമായിരിക്കും ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു രോഗം വന്ന് ഒരു ആക്സിഡന്റ് വന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ എത്തുമ്പോൾ ആ എന്താ പറയാ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസ് മാത്രമാണോ ഉണ്ടാകുക? There are some നോൺ മെഡിക്കൽ എക്സ്പെൻസസ്, അതായത് നമ്മളുടെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ചില നോൺ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസുകളും ഹോസ്പിറ്റൽസിൽ ആ പേഷ്യന്റിന് വേണ്ടി വരാറുണ്ട്. Which are the examples? പറയാമോ എന്തായിരിക്കും അതിന്റെ എക്സാമ്പിള്? We have to stay. ഹോസ്പിറ്റലിൽ നമുക്ക് സ്റ്റേ ചെയ്യണം, അപ്പൊ റൂമിന് കൊടുക്കേണ്ടി വരുന്ന വാടക അല്ലെ. പിന്നെ ഡയറ്റ് പ്രകാരം ഏതെങ്കിലും ഫുഡ് ഈ ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ, അപ്പൊ അത് സ്പെഷ്യൽ ഫുഡാണ്. തീർച്ചയായിട്ടും സ്പെഷ്യൽ ഫുഡുകൾക്ക് തീർച്ചയായിട്ടും എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിന് കാശ് ചെലവായോ ആണ്. പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, ഈ രോഗിയെ കൊണ്ടുപോകുന്ന ആള് അത് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് അവിടെ വരെ എത്താൻ വേണ്ടി വരുന്ന ചെലവ്, അതൊന്നും ഈ രോഗത്തിന്റെ ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല, പക്ഷെ ഇൻഡയറക്ട്ലി എന്നൊക്കെ ബന്ധമുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഈ രോഗീനെ അങ്ങനെ എങ്ങനെ അങ്ങോട്ട് എത്തിക്കാം? രോഗിക്ക് ഈ പറഞ്ഞ പോലത്തെ ഫുഡ് കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റാതെ എങ്ങനെ രോഗിയുടെ രോഗം മാറുക? ഇതൊക്കെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്ഡ് ആയിട്ടുള്ള അതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ചില എക്സ്പെൻസസ് ആണ്. സോ ഈ പറയുന്ന ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്താണ് ആ ഒരു എന്താ പറയാ കവറേജ് കിട്ടുക. മോളിൽ പറഞ്ഞ സാധ്യത കിട്ടില്ല. മോളിൽ പറഞ്ഞ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കിട്ടാത്ത കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ് നമുക്ക് ഈ ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്ത് കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ കവറേജ് കൂടാതെ സം അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസസ് സച്ച് ആസ് സ്റ്റേ, അതുപോലെ തന്നെ ഡയറ്ററി ഫുഡ് എക്സ്പെൻസസ്, ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനും തിരിച്ചു പോകുന്നതിനും ഒക്കെ വേണ്ടി വരുന്ന ചെലവുകളെല്ലാം തന്നെ കവർ ചെയ്യുന്ന നോൺ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസുകളും ഇതിൽ പെടുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരുന്നുണ്ട്. അപ്പൊ അത് മറ്റൊരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? യെസ്. ആൻഡ് ദ തേർഡ് വൺ, മൂന്നാമത്തേത്, അഞ്ചെണ്ണം ഉണ്ട് കേട്ടാ. മൂന്നാമത്തേത് നമ്മൾ പറയാൻ പോണേ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ്, which are the types of critical illness? നമ്മൾ കേട്ട് കേൾവിയുള്ള ചില എന്താ പറയാ ഗൗരവമേറിയ രോഗങ്ങളിൽ പെട്ടതാണ് ക്യാൻസർ, അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ചില ആളുകൾക്ക് അവയവങ്ങളുടെ എന്താ പറയാ ഫംഗ്ഷനിങ് കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും, മറ്റൊരാളുടേത് മാറ്റി സ്ഥാപിക്കേണ്ടി വരും. പിന്നെ പാരാലൈസസ് ആയി പോകുക അല്ലെ, തളർന്നു പോകുക, അതൊക്കെ ഭയങ്കര എന്താ പറയാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ് ആണ്. ആൻഡ് ഇറ്റ് cannot be cured within 2 days or 1 week. It is a prolonged disease. ഇതൊരു ദീർഘകാല രോഗമാണ്, പെട്ടെന്ന് മാറുന്നതല്ല. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഈവൻ ഒരാഴ്ച കൊണ്ട് മാറാത്ത രോഗങ്ങളാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില ഇൽനെസ്. ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളാണ് ഈ പറയുന്ന പോളിസിയിലുള്ളത്. ഇതില് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയിലുള്ളത്. ഇതൊക്കെ ഗ്രേവ് ഇൽനെസ് ആണ്, സീരിയസ് ഇൽനെസ് ആണ്, ഭയങ്കര ഗൗരവമേറിയ രോഗമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് നീഡ്സ് പ്രൊലോങ്ഡ് റിക്കവറി. ഭേദമാകാനായിട്ട് കുറച്ച് ദീർഘ സമയമൊക്കെ എടുക്കും. അതുപോലെ തന്നെ അതിന് പല അഡീഷണൽ കോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ അഡീഷണൽ കോസ്റ്റ്? ഇവര് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ചെലവ് കിട്ടുന്നില്ലേ? അപ്പൊ പിന്നെ അത് അവിടെ തീർന്നില്ലേ? പിന്നെന്താ ഇവിടെ ഇത്ര പ്രത്യേകത? മറ്റേ മോളി പറഞ്ഞ പോലത്തെ തന്നെ രോഗമല്ലേ ഇത്? ഏറ്റവും ഒന്നാമത്തെ പറഞ്ഞതുപോലെ തന്നെയല്ലേ? അല്ലല്ലോ. അതല്ലാതെയും ഇവർക്ക് കുറച്ച് അഡീഷണൽ എക്സ്പെൻസ് വരും. എന്താന്ന് പറയട്ടെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊലോങ്ഡ് ഡിസീസസ് ആണ് അല്ലെ, ദീർഘകാലമാണ് ഈ രോഗം. ഈ പറയുന്ന രോഗത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അഡ്മിറ്റ് ചെയ്ത് കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ നിന്ന് അഡ്മിറ്റ് ചെയ്ത് കുറച്ച് നാളെ ചികിത്സിച്ചു, അത് കഴിയുമ്പോ ഈ മരുന്നൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ വിട്ടു. പക്ഷേ ഒരു ചെക്കപ്പിനായിരിക്കാം, ഡയാലിസിസിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തെറാപ്പീസിനായിരിക്കാം they have to ഫോളോ അപ്പ്. അതായത് മാസത്തിലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ഒക്കെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനും ഫോളോ അപ്പിനും ഒക്കെ വേണ്ടി വരാനായിട്ട് പറയും. ഇവരെയൊക്കെ വീണ്ടും അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴും അവർക്ക് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചെലവ് വരുന്നുണ്ട്. ബിക്കോസ് ഇതൊരു പ്രൊലോങ്ഡ് ഡിസീസ് ആണ്, ദീർഘകാലം ആ ഡിസീസസിന്റെ കാര്യങ്ങൾ നടക്കും. അപ്പൊ ചികിത്സയും അതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി വരുന്ന എല്ലാ അഡീഷണൽ എക്സ്പെൻസ് കൂടി ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഇത് കൂടാതെ മറ്റൊരു ബെനിഫിറ്റ് കൂടി ഈ ഒരു പോളിസിക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് പോസിബിൾ ലോസ് ഓഫ് ഇൻകമിനെ കൂടി ഇവര് ഇൻഡെംനിഫൈ ചെയ്യുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ പോസിബിൾ ലോസ് ഓഫ് ഇൻകം? എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് വരുമാന നഷ്ട സാധ്യതയെ കൂടി മുന്നിൽ കണ്ടിട്ടാണ്. വരുമാന നഷ്ട സാധ്യത, ആരുടെ വരുമാന നഷ്ട സാധ്യത? ഈ പറഞ്ഞ ആൾക്ക് രോഗം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഇതൊരു പ്രൊലോങ്ഡ് ഡിസീസ് ആണ്, ഒരു ക്യാൻസർ ബാധിച്ചു, ആളത് വെച്ചിട്ട് ആളെ പഠിക്ക് പറ്റില്ല. നിങ്ങൾ രോഗം വന്നാലും ജോലിക്ക് പോയിക്കൊള്ളാൻ പറയാൻ പറ്റുമോ? ഇല്ല. ആൾക്ക് രോഗം വന്നതുകൊണ്ട് ആ ആൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, കിടപ്പിലാണ്. അല്ലെങ്കിൽ വലിയ കിടപ്പിലല്ലെങ്കിലും അവർക്ക് ആ ഒരു ജോലി ചെയ്യാൻ ഇനി അവരുടെ
ഹെൽത്ത് അവർക്ക് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അത്തരം രോഗങ്ങളുടെ ഇത് മൂർച്ഛിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്ക് രോഗം വന്നതുകൊണ്ട് ആൾക്ക് പോകാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് എ ലോസ് ഓഫ് ഇൻകം ടു ദ ഫാമിലി. തീർച്ചയായിട്ടും അതൊരു കുടുംബത്തിന്റെ വരുമാന നഷ്ടം തന്നെയാണ്, അല്ലെ? ആരോഗ്യക്ക് നീ ഹോസ്പിറ്റൽ ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ആ നഷ്ടത്തെ കൂടി, ആ ലോസ് ഓഫ് ഇൻകമിനെ കൂടി പരിഹരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡെംനിഫൈ ചെയ്യുന്ന, കോമ്പൻസേറ്റ് ചെയ്യുന്ന പോളിസി കൂടിയാണ് എന്ന് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. മനസ്സിലായോ? മൂന്നെണ്ണം മനസ്സിലായോ? മൂന്ന് രീതിയിലല്ലേ ഇപ്പൊ? ക്ലിയർ ആയില്ലേ? ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. അവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ മെഡിക്കൽ എക്സ്പെൻസുകൾ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ആ രോഗിക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്ത്, മരുന്നുകൾ കൊടുത്ത് ആൾക്ക് അവിടെ വന്നേക്കുന്ന ചെലവുകളുടെ ബില്ലുകൾ അങ്ങ് ഇൻഷുറൻസിലേക്ക് സെൻഡ് ചെയ്യുന്നു. അതിനുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന കവറേജ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. അവിടെ മെഡിക്കൽ നേച്ചറിലുള്ള എക്സ്പെൻസിന് പുറമെ, അത് കൂടാതെ, അത് നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറാണ്, അതുകൂടാതെ അതും മീറ്റ് ചെയ്യുന്നു. അത് കൂടാതെ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള ചില ചെലവുകള്, സ്പെഷ്യൽ ഡയറ്റ്, സ്റ്റേ, അതുപോലെ ട്രാവലിംഗ് എക്സ്പെൻസ്, ഇതുകൂടിയൊക്കെ മീറ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറഞ്ഞാൽ ചില ക്രിട്ടിക്കൽ ഗ്രേവ് ഇൽനെസ്സുകൾ ബാധിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി കിട്ടുന്ന ബെനിഫിറ്റ്, കിട്ടുന്ന കവറേജ് ആണ്. ദാറ്റ് മീൻസ് ക്യാൻസർ, പാരാലിസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള പ്രൊലോങ്ഡ് റിക്കവറി ആവശ്യമുള്ള ഡിസീസസ് ആണെങ്കിൽ അതിന് കിട്ടുന്ന കവറേജ്. അങ്ങനെ വരുമ്പോൾ പോസിബിൾ ലോസ് ഓഫ് ഇൻകം, അഡീഷണൽ കോസ്റ്റ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസിഡന്റ് എക്സ്പെൻസ്, അതിന്റെ ബന്ധപ്പെട്ട ചില ചെലവുകൾ, അങ്ങനെയൊക്കെ ഉള്ളത് കൂടി മീറ്റ് ചെയ്യുന്ന കവറേജ് കിട്ടുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. നമ്മളിന്ന് ഇത്രയും ഭാഗത്തിൽ നിർത്താണ്. നമ്മൾ എടുത്തത് ആ ഒരൊറ്റ കറക്റ്റ് 2 പേജിൽ നിർത്താൻ വേണ്ടിയാണ്. ഈ പേജ് മാറിപ്പോണ്ടല്ലോ എന്നല്ല, നമുക്ക് അത്രയും മതി. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എടുത്ത ഭാഗം ഇന്ന് നമ്മൾ എടുത്തത് നമ്മുടെ എക്സ്പെൻസസ് വിച്ച് ആർ കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്ന എക്സ്പെൻസിൽ ബാക്കി ഒരു 3 ഉണ്ടായിരുന്നു. ഡേ കെയർ ട്രീറ്റ്മെന്റും ഡേ ടു ഡേ ക്യാഷ്, അതുപോലെ തന്നെ ഇൻകം ബെനിഫിറ്റും. പിന്നെ കൂടാതെ അടുത്തത് IRDAI പ്രകാരം ചില ഡിസീസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിന്റെ പരിധിയിൽ വരാത്ത ചില കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസ് നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത നമ്മൾ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടൈപ്സ് ആണ് 3 പറഞ്ഞിട്ടുള്ളൂ. 2 കൂടി അവിടെ ബാക്കിയുണ്ട്. അത് അടുത്ത ദിവസം ക്ലാസ്സിലെടുക്കാം. ഒന്ന് വായിച്ചു നോക്കാമോ? ഈ 3 വേഗം വായിച്ചു നോക്കിയേ. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ? വായിച്ചു നോക്കിയില്ലേ സെന്റൻസുകളെല്ലാം? ആ ഹോസ്പിറ്റൽ ക്യാഷ് കവറിലും ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ക്രിട്ടിക്കൽ ഇൽനെസ് കവറിനകത്തും ഒന്നാമത്തെ സെന്റൻസ് ആ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര വരെ മതി. ട്രാൻസ്പ്ലാന്റ് എക്സെട്ര വരെ മതി. അതുപോലെ ഓക്കെ, 3 ഒരേ സെന്റൻസ്, ആദ്യത്തെ ഒരേ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം.
ഓക്കെ. പിന്നെ നമ്മൾ ഇത് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡിൽ കൺസിഡർ ചെയ്യാത്ത രോഗങ്ങൾ ടിക്ക് ചെയ്ത് വെക്കണം, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. IRDAI പ്രകാരം എന്തൊക്കെ ഡിസീസസ് ആണ് കവർ ചെയ്യാത്ത അതും ടിക്ക് ചെയ്യാം. മറ്റേത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ ഏതൊക്കെയാന്ന്. എക്സ്പെൻസസ് കവേർഡിൽ ഏതൊക്കെയാന്ന് പറഞ്ഞല്ലോ അല്ലെ. ഇപ്പൊ ഓരോന്നും മനസ്സിലാക്കാൻ പറ്റും, കാരണം അത് സെന്റൻസിൽ അങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുമുണ്ട്. ഓക്കെ. അപ്പൊ അതുവരെയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടൊക്കെ വരാം. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണില്ലേ എല്ലാവരും? കുട്ടികളൊക്കെ വളരെ കുറവാണ് ഇപ്പൊ ക്ലാസ്സിൽ കയറുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അതെന്താ നമുക്കറിയില്ല, വീട്ടിൽ നിന്ന് പഠിക്കണ്ടാവുമായിരിക്കും എല്ലാവരും. പഠിച്ചൊക്കെ